മോഹൻ വർഗീസ് CPM ഒരു വിലയിരുത്തൽ നടത്തി. പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് പാർട്ടിയുടെ നട്ടല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈഴവ സമുദായത്തിന്റെ വോട്ടിൽ വലിയൊരു വിള്ളലുണ്ടായി. അത് സംഭവിച്ചു സംസ്ഥാന വ്യാപകമായി. അതിന് ചില കാരണങ്ങൾ അവർ കണ്ടെത്തുന്നത് അതിലെങ്ങും ഭരണവിരുദ്ധ വികാരം എന്നൊരു ഇലമെന്റേ വന്നിട്ടില്ല. SNDPയിലെ നേതൃതലത്തിൽ പ്രവർത്തിക്കുന്നവർ തന്നെ, അത് വെള്ളാപ്പള്ളി നടേശനെയാണ് ഉദ്ദേശിക്കുന്നത്, ഒരു സംഘപരിവാർ അജണ്ടയ്ക്ക് കീഴടങ്ങുകയോ അല്ലെങ്കിൽ ആ സംഘപരിവാർ മനസ്സ് അവരിൽ രൂപപ്പെട്ടു വരികയോ ചെയ്യുന്നു. ഇതൊരു കാരണമായിട്ട് ചൂണ്ടിക്കാട്ടുകയാണ്. പക്ഷേ ഇത് ഈ ജാതിമത സംഘടനകൾക്ക് തമ്മിലടിക്കുവാനുള്ള ഒരു കാരണമായിട്ട് CPM എന്തിനിട്ട് കൊടുത്തു? മഞ്ജുഷ്, ഇത് വളരെ രസകരമായ ഒരു കാര്യം. കേരളം സാക്ഷരതയിൽ ഏറെ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ്. അതുപോലെ രാഷ്ട്രീയ പ്രബുദ്ധതയിലും വളരെയധികം മുന്നിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം. അങ്ങനെ ഒരു സംസ്ഥാനത്ത് ഈ ജാതി തിരിച്ചുള്ള, സമുദായം തിരിച്ചുള്ള പിന്തുണ കണക്കുകൾ ഒരു വർഗ ബഹുജന പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു ക്ലാസ് പാർട്ടിയായ CPMന് പറയേണ്ടി വരുന്നത് ഒരു ഗതികേട് തന്നെയാണ്. കാരണം എപ്പോഴും CPMന്റെ ഒരു ശക്തി എന്ന് പറയുന്നത് ഒരു ക്ലാസ് അടിത്തറയാണ്. അപ്പോൾ വർഗപരമായ അടിത്തറ, അത് ജാതീയ അടിത്തറയല്ല, മറിച്ച് വർഗപരമായ അടിത്തറ. അതാണ് പ്രത്യയശാസ്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അടിത്തറയിൽ വിള്ളൽ വീഴുമ്പോഴാണ് ഒരു ഫില്ലർ എന്ന നിലയിൽ എക്കാലത്തും ജാതീയമായ സമവാക്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയാണ് ഈഴവ സമുദായം, കേരളത്തിൻ്റെ ജനസംഖ്യയുടെ 1/4 23-24% വരുന്ന ഈഴവ സമുദായം, ഹൈന്ദവ വിഭാഗങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്പേഴ്സുള്ള ഈഴവ വിഭാഗത്തിൻ്റെ ഒരു 60 മുതൽ 70% പരമ്പരാഗതമായ CPM വോട്ടർമാരോ അനുഭാവികളോ ആണ്. പക്ഷെ അവിടെയാണ് ഇപ്പോൾ വിള്ളൽ വീണിരിക്കുന്നത്. അതൊരു യാഥാർത്ഥ്യമായി CPM അംഗീകരിക്കുന്നു. ഇപ്പം CSDSന്റെ സർവേ അനുസരിച്ച് 42% വോട്ട് BJPക്ക് ലഭിച്ചിരിക്കുന്നു ഈഴവ സമുദായത്തിൻ്റെ. അത് വലിയൊരു ശതമാനമാണ്. അതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു പാർട്ടി എന്ന ഒരു ലേബൽ ഇപ്പോൾ CPMന് പതിയെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നമ്പർ 1 ഹിന്ദു പാർട്ടി ഈ CPM തന്നെയാണ്. എന്നാൽ ഇതിനുള്ള പ്രധാന കാരണമായി ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രധാന കാരണം ഒരു പ്രീണന സമയം, ന്യൂനപക്ഷ പ്രീണനം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തോടുള്ള ഒരു പ്രീണന നയം. അത് കുറെ കാലമായി അല്ലാതെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയാൻ പറ്റുകയില്ല. കാരണം വെള്ളാപ്പള്ളി അത് ഉദ്ദേശിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി പറയുന്നത് ന്യൂനപക്ഷങ്ങളിൽ തന്നെ ഒരു വിഭാഗത്തെ, അതായത് മുസ്ലിം പ്രീണനം എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. അതാണല്ലോ ഇത് സമസ്തയിൽ നിന്നുള്ള എതിർപ്പിന് കാരണമായിട്ട് വന്നത്. അപ്പൊ ഇവിടെ സമസ്ത ഒരു വിഭാഗത്തിലും, എല്ലാ വിഭാഗങ്ങളെയും മുസ്ലിങ്ങളുടെ വിഭാഗങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്ന സമസ്ത എന്നതല്ല ഇവിടെ വിഷയം. സമസ്തയുടെ സംഘടനയാണ്, മതസംഘടനയുടെ ഭാഗത്ത് അർത്ഥശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഇന്ന് സുപ്രഭാതത്തിൽ പ്രസ്താവന 21-ാം തീയതി വെള്ളിയാഴ്ച സുപ്രഭാതം ദിനപത്രത്തിൽ വളരെ വ്യക്തമായ എഡിറ്റോറിയൽ എഴുതിയിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ കണക്കുകൾ ശരിയല്ല. ഒരുപക്ഷെ രാജ്യസഭയിലെ അംഗത്വം 9 MP-മാരാണ് കേരളത്തിൽ നിന്നും രാജ്യസഭയിലുള്ളത്. അതിൽ 2 പേരൊഴിച്ച് മറ്റെല്ലാം ന്യൂനപക്ഷ സമുദായത്തിൽപ്പെടുന്നവരാണ് എന്നത് തർക്കത്തിന് വേണ്ടി അംഗീകരിക്കാം. പക്ഷേ ലോക്സഭയിൽ അങ്ങനെയല്ല. കേവലം 3 പേര് മാത്രമാണ്, 20 MP-മാരിൽ കേവലം 3 പേര് മാത്രമാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളത്. അത് മാത്രമല്ല, ജനസംഖ്യക്ക് മുസ്ലിം ജനസംഖ്യ ഒരു 25%-നോടടുത്ത്, 24-25%-നോടടുത്ത് വരും. പക്ഷെ 13% മാത്രമാണ് മുസ്ലിം സമുദായത്തിന്, അവർ വ്യക്തമായ കണക്കുകളോടുകൂടി പറയുന്നു, ഗവൺമെന്റ് സർവീസുകളിൽ പ്രാതിനിധ്യം ലഭിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ട് ജനസംഖ്യയ്ക്ക് ആനുപാതികമായതിൽ വളരെ കൂടുതൽ ആനുകൂല്യങ്ങൾ മുസ്ലിം സമുദായത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് അല്ലെങ്കിൽ നേതാക്കന്മാർക്ക് അല്ലെങ്കിൽ സാമാജികർക്ക് ലഭിക്കുന്നു, വിവിധ പാർട്ടികൾ ലഭിക്കുന്നു എന്നത് ശരിയല്ല എന്ന് കണക്കും സഹിതം സമസ്ത പുറത്തുവിട്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ ഒരു വശത്ത് ഈ CPMന്റെ പതനത്തിൻ്റെ കാരണമായി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗത്തിൻ്റെ പ്രസിഡന്റ് വെള്ളാപ്പള്ളി നടേശൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് പ്രഥമ ദൃഷ്ടിയ ശരിയാണെന്ന് തോന്നാം. കാരണം അങ്ങനെയാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനുള്ള കാരണമായി പറയുന്നത് മുസ്ലിം പ്രീണനമാണ് എങ്കിൽ ആ മുസ്ലിം പ്രീണന നയം കൊണ്ട് കാര്യമായ തെരഞ്ഞെടുപ്പ് നേട്ടം CPMന് ഉണ്ടായിട്ടില്ല എന്ന് കാണാം. ഉണ്ടാകുകയാണെങ്കിൽ, യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ട ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരു ബാരോമീറ്ററായിട്ട് എടുക്കുകയാണെങ്കിൽ കാസർഗോഡ് മണ്ഡലത്തിൽ
1 ലക്ഷത്തിൽ പരം വോട്ടിനാണ് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചു വന്നത്. നമുക്കറിയാം പരമ്പരാഗതമായി CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ് കാസർഗോഡ്, മഞ്ചേശ്വരം, കാസർഗോഡ് നിയമസഭാ സെഗ്മെന്റുകൾ ഒഴിച്ചാൽ ഉദുമ ഒരു സമാസമം നിൽക്കും. മറ്റെല്ലാ നിയമസഭാ സെഗ്മെന്റുകളും തൃക്കരിപ്പൂർ ഉൾപ്പെടെയുള്ള നിയമസഭാ സെഗ്മെന്റുകളിൽ CPM-ന് മൃഗീയമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാകേണ്ടതാണ്. അവിടെ എങ്ങനെയാണ് 1 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് UDF ജയിച്ചത്? എങ്ങനെയാണ് കോഴിക്കോട് മുസ്ലിം സമുദായത്തിന് കാര്യമായ പിൻബലമുള്ള കോഴിക്കോട് മണ്ഡലത്തിൽ രാഘവൻ കോൺഗ്രസിന് വേണ്ടി 1.5 ലക്ഷത്തിൽ പരം വോട്ടിന് ജയിച്ചത്? എങ്ങനെയാണ് ഒരു മുസ്ലിം കാൻഡിഡേറ്റായ കരീം, ഇളമരം കരീമിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാഘവൻ 1.5 ലക്ഷം ജയിക്കാമെങ്കിൽ മുസ്ലിം ജനസാമാന്യത്തിന്റെ നല്ല പങ്കും ഈ പ്രീണനമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇടതുപക്ഷത്തെ കൈവിടുകയും കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അനുകൂലമായി പക്ഷേ ഈ മുസ്ലിം പ്രീണനം ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ട് തന്നെ നിൽക്കുമ്പോൾ ആ മുസ്ലിം പ്രീണനം കാരണം ഉള്ള ഈഴവ വോട്ടുകൾ നഷ്ടമാവുകയും ചെയ്തു. മുസ്ലിം വോട്ടുകളാകട്ടെ ഒട്ട് കിട്ടിയുമില്ല, അത് UDF-ലേക്ക് പോവുകയും ചെയ്തു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. സെൻട്രലിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ വരട്ടെ എന്ന് ഈ 2019 സമാനമായ രീതിയിൽ ചിന്തിച്ചു അവർ. അത് സംഭവിക്കുകയും ചെയ്തു. പക്ഷെ ഇത് യഥാർത്ഥത്തിൽ ഈ കാരണം തുറന്നു പറയുവാനായിട്ട് CPM-നോട്ട് സാധിക്കുന്നുമില്ല അല്ലേ? അതിനുള്ള ആർജവം CPM കാട്ടിയില്ല. മുസ്ലിം പ്രീണന നയം കൊണ്ടാണ് അത് സംഭവിച്ചത് എന്ന ഒരു അല്ലെങ്കിൽ അതൊരു സമ്മതിക്കേണ്ട. പക്ഷേ യഥാർത്ഥ കാരണങ്ങളാൽ വീഴ്ച പറ്റി എന്ന് പറയുമ്പോഴും ഇതിന് ശ്രീ MV ഗോവിന്ദൻ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എണ്ണമിട്ട് പറഞ്ഞ കാരണങ്ങൾ ഇതിലൊന്നും തന്നെ ഭരണവിരുദ്ധ വികാരം പരാമർശിക്കുന്നില്ല. അതായത് അത് മറച്ചു വെക്കുവാനുള്ള ശ്രമം നടന്നു. ഫാദർ ഫിലിപ്പ്